പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന് മുൻ കോൺഗ്രസ് കേന്ദ്രമന്ത്രി മണിശങ്കർ അയ്യർ. ഗാന്ധിയുടെ ദിശയിൽ പുരോഗതി നേടിയ ഏക സംസ്ഥാനം കേരളമെന്ന് മണിശങ്കർ അയ്യർ പ്രശംസിച്ചു. പഞ്ചായത്ത് രാജിൽ കേരളം 2ാം സ്ഥാനത്താണെങ്കിലും ഉടൻ 1ാം സ്ഥാനത്തെത്തുമെന്ന് മണിശങ്കർ പറഞ്ഞു. While Kerala is the first state in Panchayati Raj in practice, they're only second best in the law. So in the presence of the Chief Minister, who I'm sure will be the next Chief Minister. വിഷൻ 2031 അന്താരാഷ്ട്ര കോൺഫറൻസിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേരള രൂപീകരണത്തിന്റെ 75ാം വാർഷികത്തിലേക്ക് തയ്യാറെടുക്കുക ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ്, 3ാം പിണറായി സർക്കാർ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പലതരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം CPM സഹയാത്രികനായ സച്ചിദാനന്ദൻ അടക്കമുള്ള ആളുകൾ 3ാം പിണറായി സർക്കാർ വന്നു കഴിഞ്ഞാൽ അത് വലിയ ദോഷമാകും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു കോൺഗ്രസ് നേതാവ്, മുൻ കോൺഗ്രസ് നേതാവൊക്കെ ആയിരുന്ന അദ്ദേഹം പറയുന്നു 3ാം പിണറായി സർക്കാർ വരണം. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏറെ പ്രശംസിക്കുകയും ചെയ്യുകയാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ? അതുപോലെ തന്നെ വിഷൻ 2031 അന്താരാഷ്ട്ര കോൺഫറൻസിന് എത്രമാത്രം വിപുലമായ തുടക്കമാണ് അവിടെ ഉണ്ടായത്? സ്വാതി, വിഷൻ 2031 അഥവാ കേരള രൂപീകരണത്തിൻ്റെ 75ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഭാവി കേരളം എങ്ങനെയായിരിക്കണം എന്ന് ഭാവി കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു രൂപരേഖ തയ്യാറാക്കാൻ വേണ്ടി അതിൻ്റെ നിർദ്ദേശങ്ങൾ സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിഷൻ 2031 എന്ന് പേരിട്ട 3 ദിവസത്തെ പരിപാടി തിരുവനന്തപുരത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്തത്. ഈ ഉദ്ഘാടന വേദിയിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള 3ാം സർക്കാർ വരും എന്ന് കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള മണിശങ്കർ അയ്യരുടെ പരാമർശം ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലായിരുന്നു: ഗാന്ധിയുടെ ദിശയിൽ ലക്ഷ്യങ്ങൾ പ്രാവർത്തികമാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. മറ്റൊരു കാര്യം പറഞ്ഞത് ഈ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പഞ്ചായത്ത് രാജ് പ്രായോഗികമാക്കുന്നതിൽ കേരളം 1ാം സ്ഥാനത്താണെങ്കിലും അതിൻ്റെ നിയമവുമായി ബന്ധപ്പെട്ട് കേരളം 2ാം സ്ഥാനത്താണ്. കർണാടകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്ത് രാജിൻ്റെ സംസ്ഥാന നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കർണാടകമാണ്. പക്ഷേ കേരളത്തിൽ അതിൻ്റെ പ്രായോഗിക തലത്തിൽ 1ാം സ്ഥാനത്തുണ്ട് എന്നതല്ലാതെ ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ 2ാം സ്ഥാനത്താണ്. അതിൽ ഒരു മാറ്റം വരണം. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ, നിലവിലെ മുഖ്യമന്ത്രിയും അടുത്ത് മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പുള്ളതുമായ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആവശ്യപ്പെടുകയാണ്. നിയമപരമായിട്ടും 1ാം സ്ഥാനത്തിലേക്ക്, പഞ്ചായത്ത് രാജിൽ 1ാം സ്ഥാനത്തിലേക്ക് കേരളം എത്തുന്നതിനുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിക്കണം. ഈ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് യാതൊരു വിധത്തിലുള്ള നടപടികളും സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള നടപടികളും സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ദൗത്യത്തിൻ്റെ ദീപശിഖ മുഖ്യമന്ത്രി ഏറ്റെടുക്കണം എന്നുകൂടിയാണ് അദ്ദേഹം ഈ വിഷൻ 2031 പരിപാടിക്കിടെ പറഞ്ഞത്. കോൺഗ്രസ് അടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ UDF 100-ലധികം സീറ്റ് നേടി വിജയിക്കും, കോൺഗ്രസിനൊരു മുഖ്യമന്ത്രി അടുത്ത മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നതടക്കമുള്ള പ്രതീക്ഷ വെക്കുമ്പോഴാണ് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ്, അതും ഒരു മുൻ കേന്ദ്രമന്ത്രി ആയിട്ടുള്ള ഒരു വ്യക്തി, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ വീണ്ടും വരുമെന്നുള്ള ഒരു പ്രസ്താവന നടത്തുന്നത്. എന്തായാലും UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ഒപ്പം തന്നെ ഈ വിഷൻ 2031 എന്ന പരിപാടിയിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾ വിട്ടുനിന്നതിനെ അദ്ദേഹം ഖേദകരമാണ് എന്നാണ് പറഞ്ഞത്. ഇത്തരമൊരു പരിപാടിയിൽ ഭാവി കേരളം എങ്ങനെയായിരിക്കണം എന്ന് നിശ്ചയിക്കുന്ന ഒരു പരിപാടിയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ വിട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു പ്രസ്താവനയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇന്നുണ്ടായി. സ്വാതി. ശരി ഹാൻസ്, അത് തന്നെയാണ്